വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഞങ്ങൾ പോണ്ടിച്ചേരിയാണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ എന്താ പറയുക പ്ലാനിങ്ങും അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്നൂർ പോയിട്ട് കേട്ടോ. അത് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മളൊരു ട്രിപ്പ് തന്നെ പോകാൻ പറ്റിയത്. ഇതൊരു ഗേൾസ് ട്രിപ്പ്. നമ്മളിതുവരെ അങ്ങനെ കേരളത്തിന് പുറത്ത് ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ റെൻറ്റിൻ്റെ അടുത്ത് കേട്ടോ, വണ്ടി കാണിച്ചു തരാം. 2 വണ്ടിയൊക്കെ റെൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി തിരിച്ച് ഒരുങ്ങി കെട്ടി വരാൻ. സോ അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങളുടെ ഈ 2 ദിവസം ഉള്ളൂ. 2 ദിവസത്തെ ഒരു അടിച്ചു പൊളിക്കൽ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതെ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇത് എയർഎൻബിയിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത വീടാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടെ ഓണേഴ്സ് ഉണ്ട്. നമുക്ക് സെൽഫ് ചെക്കിനാണ്. മേലെ പോയിട്ട് ഇത് ചെക്കിൻ ചെയ്ത് ഉള്ളിൽ കയറി തിരിച്ചതേപോലെ തക്കോലവിടെ വെച്ച് പോയാൽ മതി. അതുമാത്രമല്ല, നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് നല്ല സർവീസും ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ റെസ്പോൺസും അവർ പെട്ടെന്നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അയ്യോ, ഇവിടുത്തെ നാട്ടുകാർക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ മോനോ നമ്മൾ അവരുടെ കഴുത്തിന് ചുറ്റും കണ്ണൊക്കെ വെച്ചിട്ടാണ് നടന്നത്. അമ്മാതിരി അടിപൊളി സ്കില്ലാണ് ഇവരുടെ. ചിലപ്പോൾ അതിലേ നോക്കുമ്പോൾ ഇതിലേ വരും. ഇൻഡിക്കേറ്റർ ഇടല്ലേ, അവർക്ക് തോന്നി പോലെ വണ്ടി ഓടിക്കുന്നത്. അതെ, വെറുതെ അല്ലേ ഈ വണ്ടി ഇത്ര സ്ക്രാച്ച്. അയ്യോ, ഞാൻ പിടിക്കാൻ പോയത്. ഞങ്ങളിവിടെ ഈശ്വർ ഹോംസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വില്ല. നിങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെ പോകണം എന്നറിയില്ല. അപ്പോൾ ഇവിടെ വന്നൊന്ന് ഫ്രഷായി നമുക്ക് ഇതൊക്കെ തന്നെയാണോ ഇല്ലല്ലേ കീ ഇവിടെ ഉണ്ടാവുന്നാണ് പറഞ്ഞത്. എല്ലാം സെൽഫ് ചെക്കിനാണ്. നോക്കാം നമുക്ക്. നമ്മൾ പുറത്തു പോയിട്ട് ഈ ചൂടത്ത് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി 65 ബിരിയാണിയാണ്. എന്ത് ദണ്ഡിക്കൽ ബിരിയാണി. ആതിര കുളിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴത്തേക്കും തിന്നു തീർക്കും. 2 ബിരിയാണി മതി, കാരണം നമ്മൾ കുറച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ. സോ ഞങ്ങളത് കഴിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇനി ഫ്രണ്ട്സ് കോളനി പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഇടുന്നു ഒഴിച്ചു പോകുന്നു. ഞാൻ എന്താ പറയാ, പുറത്തിറങ്ങുമ്പോൾ ഇതിലെ അവസ്ഥയായിരിക്കും. ഫാനും AC കൂടെ ഇങ്ങനെയാണെങ്കിൽ ഒന്നും ഇടാതെ എങ്ങനെയായിരിക്കും. അതി ഇതിപ്പോ ഒരുങ്ങാൻ വന്നവരില്ലേ കണ്ടോ, ഭയങ്കര ഗ്ലോ ഇല്ലേ? ഗ്ലോ ഇല്ല, ഭയങ്കര ചൂട്. ബിരിയാണി കൂടെ കഴിച്ചപ്പോഴത്തേക്കും ക്ഷീണം. ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ, അതായത് ഭയങ്കര ഫേമസ് ആയി കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. കണ്ടുപിടിച്ചാൽ പോകാം. ഓക്കെ ഗായ്സ്, ഞങ്ങളങ്ങനെ വൈറ്റ് ഹൗസിലെത്തി. ഫ്രണ്ട്സ് കോളനി അഥവാ വൈറ്റ് ടൗണിലെത്തി. ഇവിടെയാണ് നമ്മുടെ സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്ത വീടുണ്ടല്ലോ, പത്മേൻ്റെയും കമലേൻ്റെയും. അതിപ്പം ഒരു ദ സ്പോട്ട് എന്ന് പറഞ്ഞൊരു കഫേയാണ്. നമ്മളവിടെ പോകാൻ പ്ലാനുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോവാം. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറച്ച് നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ എവിടെയാണ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര ചൂടാണ്. പിന്നെ ഈ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ നല്ല തണുപ്പുണ്ടല്ലേ. പക്ഷെ കൊള്ളാം. കുറച്ചും കൂടെ ഒരു 2 months ബാക്ക് വരുവായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല കാലാവസ്ഥയായിരിക്കും. മെയ് അല്ലേ, മെയ് കഴിയുമ്പോഴത്തേക്കും മഴയായിരിക്കും. സോ ആരെങ്കിലും വരാണ്ടെങ്കിൽ ഇനി അടുത്ത സീസൺ വന്നാൽ മതി. ഭയങ്കര ചൂടാ. പിന്നെ അപ്പം നമുക്ക് പോയിട്ട് വാ അങ്ങോട്ട് നമുക്ക് ആദ്യം വെള്ളം കുടിക്കണം. ഇവിടെ ഭയങ്കര ദാഹിച്ചിട്ട് വയ്യ, വല്ല ഇൻഫെക്ഷനും വരും. സോ നമുക്ക് വെള്ളം കിട്ടാൻ നോക്കാം. ഇവിടെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടല്ലേ. അതുപോലെ നമ്മൾ വന്ന സ്ഥലത്ത് അധികം വൃത്തിയൊന്നുമില്ല. പിന്നെ നാളെ മൂളാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ബൊഗൈൻവില്ലയൊക്കെ ഉണ്ടായിരുന്നല്ലേ. വെള്ളം കിട്ടും നോക്കട്ടെ. പേരെന്നടാ? മാഗി നൂഡിൽസ്. என்ன கிளாஸ்ல படிக்கிற? गाइस எப்படி இருக்கு? சூடு எப்படி இருக்கு? ஐயோ, எல்லாமே வெந்து போச்சு. അത് എപ്പോഴും ബ്യൂട്ടി കോൺഷ്യസ്. കണ്ണാടി ഇവിടെ മുടി പിടിച്ച് ആകാനായി. நல்லா இருக்கு. அது நல்லா இருக்கு.
ഇനി നമ്മൾ സ്പോട്ട് കഫേയിലേക്ക് പോകാൻ പോവാണ്. സ്പോട്ട് കഫേയുടെ സ്പോട്ട് എവിടെയാണ് നമുക്ക് കറക്റ്റ് അറിയില്ല. അമ്മയ്ക്കൊരു ഗ്ലാസ് ഏതാ വേണ്ട ഏതാ വേണ്ട ഏത് രസം കാണാൻ ചെറുതൊരു മനസ്സിലാക്കി അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പോകുന്നത് സ്പോട്ട് കഫേയിലേക്കാണ്. കുറേ നേരമായിട്ട് പറയണം സ്പോട്ട് കഫേ പക്ഷെ കാണുന്നില്ല. ഒരു മഞ്ഞ ഭിത്തിയാണ്. ഞാൻ ലോഗിലൊക്കെ ഞാൻ നോക്കിയപ്പം ഒരു മഞ്ഞ ഭിത്തിയിലാണ്. ഇത് വാ മഞ്ഞ ഭിത്തി ആണ് അതിൻ്റെ ഒരു അടയാളം. മഞ്ഞ ഭിത്തി നോക്കി നടക്കാം. സ്പോട്ട് ആദ്യം എങ്ങനെയുണ്ട് പറ. കുടിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരു മസാല ഞാൻ മതി കേട്ടോ. ഒരു തൈസാദ് സൂപ്പറായിരുന്നു. പറ നമ്മുടെ ഷവർമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി ഉള്ളത് പറ. പൊളിച്ചിട്ട് തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര പുളി. അതായത് എന്താ പറയാ, അതൊരു ഇന്ത്യൻ ആയിരുന്നില്ല, ഇന്ത്യൻ ഡിഷ് ആയിരുന്നില്ല. അതൊരു എന്തോ ഈജിപ്തോ ഫ്രഞ്ചോ അങ്ങനെ എന്തോ സാധനമായിരുന്നു. അപ്പം നമ്മൾ പേര് കേട്ടിട്ട് കുറച്ച് പരിചയമുള്ള സാധനം നോക്കി എടുത്താണ് ഷവർമ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. സംഭവം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. നല്ല ഫ്രഷ് സാധനം, ഫ്രഷ് ആയിരുന്നു. നമ്മൾ നോർമലി പാക്കിൽ കിട്ടുന്ന സാധനമല്ല. നല്ല നല്ല സാധനമായിരുന്നു. പക്ഷേ അത് നമുക്കിങ്ങനെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളി. നോർമലി മറ്റേ നമ്മുടെ യൂറോപ്യൻസൊക്കെ എല്ലാത്തിനും കൂടെ തൈര് നോക്കിയല്ലേ വയ്ക്കുക. അതുപോലൊരു കൈൻഡ് ഓഫ് ടേസ്റ്റ്. പിന്നെ ചുട്ട എന്താ തക്കാളി സെറ്റായില്ല. ഫ്ലോപ്പ് ഇപ്പോൾ വേറെ നിങ്ങൾക്ക് കഫേ ഉണ്ടോ നോക്കണ്ട. നല്ല നമുക്ക് സെർച്ച് ചെയ്തിട്ട് നാളെ വരാം. ഓക്കെ. എന്താടി വാങ്ങിയത്? എല്ലാം മേടിച്ചോ? പാല് പഞ്ചാര ഇതൊന്നും വീട് വരുന്നിട്ട് എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞിരിക്കുന്ന പൊട്ടിക്കോ? അങ്ങനെയല്ല കുട്ടാ. പിന്നെ നീ ഇത് പിടിക്കേ, ഞാൻ ഉണ്ടാക്കി തരാം. ഐസ് നമ്മളിപ്പോൾ അച്ചപ്പവും എന്താണ് അച്ചപ്പവും ചായയും വിത്ത് യൂട്യൂബർ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത്, നമ്മൾ റൂമിൽ പോയിട്ട് ചായല്ലാം കുടിച്ച് തിരിച്ചു വന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി. ഇപ്പം പോകുന്നത് റോക്ക് ബീച്ചിലേക്കാണ്. റോക്ക് ബീച്ച് ഏതാണെന്നറിയോ? അതായത് നമ്മളെ പത്മ ചാവുന്നില്ലേ, മറ്റേ പാട്ടൊക്കെ പാടി പോയി വരൂ യാ, ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണുമെന്ന് എനിക്കറിയില്ല. നല്ല നമുക്ക് നോക്കാം. എടി എൻ്റെ ഇല്ലേ ആ സ്റ്റാൻഡ് തട്ടിയിട്ട് എൻ്റെ കാല് ചതഞ്ഞെന്നാ തോന്നുന്നു. ഇരുട്ടാണ് നല്ല ഐസ്. ഇവിടെ കോഴിക്കോടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാത്തിനും വിലയാ. അതായത് ഒരു ഗ്ലാസ് ഒരു വെള്ളത്തിന് 100 രൂപ, നാരങ്ങ വെള്ളത്തിന് 30. അത് ഇത്രയുള്ള അത് മറ്റേ ഡിസ്പോസിബിൾ അതിന് 30. നമ്മുടെ കോഴിക്കോടൊക്കെ ആണെങ്കിൽ എന്തൊക്കെ തിന്നാൻ കിട്ടും അല്ലേ. ഇപ്പൊ പുതിയ കുറെ സാധനം ഇറങ്ങിയിട്ടില്ലേ, കൂന്തൽ നിറച്ചതും. ഇതിന്റെ ബാക്കിലാണ് നമ്മളെ വൈറ്റ് ടൗൺ. ഒരു അപ്പൂപ്പൻ ഇത് വിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ റൂമിൽ. അപ്പോൾ എങ്ങനെയുണ്ട്? വൈബല്ലേ? തുടങ്ങി. ഇഷിക്കാതെ വാങ്ങിച്ചോ? വലുതായോ? അത് കുഞ്ഞല്ലടാ. നമ്മൾ KFC ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ പോകാനുള്ള മടി. അപ്പം ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. അപ്പം നമ്മളൊരു ടൊമാറ്റോ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ റൈസ് ചില്ലി ചിക്കൻ അല്ലേ അല്ലേ? പിന്നെ KFC ഓർഡർ ചെയ്തു. പിന്നെന്താണ്, പിന്നെ ഒരു കേക്ക് എന്നുള്ള സർപ്രൈസാണ്. സർപ്രൈസ് അമലേൻ്റെ ബാച്ചുലർ പാർട്ടിയാണ്. അതിൻ്റെ കേക്കാണ് നമ്മളിപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. കേക്ക് നിങ്ങളെ കാണിച്ചു തരാം. അയ്യോ നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർ ഫ്രണ്ട്സ്, നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരും കൂടി
ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? ഓറോവിൽ. അവിടെയാണ് പോണത്. 9 മണിക്ക് ചെക്കൗട്ട് ആയിരുന്നു. പക്ഷെ 9:30 എണീറ്റ് വന്നപ്പോൾ തന്നെ സമയം കുറേ. എടി ഇങ്ങോട്ട് നോക്ക്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം നമുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല പോലെ ആനന്ദഭവൻ അവിടെ എവിടെയെങ്കിലും പോകാം. നല്ല ഫിൽറ്റർ കോഫി ഒക്കെ കുടിച്ചിട്ട് ദെൻ ഓഫ് ടു നമ്മളെ വണ്ടിയുണ്ടോ സിമ്പിൾ. എടി ആക്ച്വലി എനിക്ക് വെസ്പ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പൈസ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് മറ്റേ ആദ്യർ ആനന്ദഭവൻ HDയിലേക്കാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പറയുക, ബാംഗ്ലൂർ പോയപ്പോൾ, കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ പോയിട്ട് മസാല ദോശ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ നമ്മൾ നല്ലൊരു അടിപൊളി ഫിൽറ്റർ കോഫി ഒക്കെ കുടിക്കാൻ വേണ്ടി പോകാണ്. ഇഡലി കഴിക്കാൻ പോവാണ്. ഇഡലിയാ? അടിപൊളി. ആ എനിക്ക് ദേഷ്യം വന്നു. എന്റെ മൈൻഡ് ആകുന്നില്ല. ഞാൻ കുറേ നേരം ചോദിച്ചു. ഹായ് പൊടി. അവിടെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. പോണ്ടിച്ചേരിയിൽ നിന്ന് നെക്സ്റ്റ് പോകുന്നത് ഓറോവിൽ എന്ന് പറയുന്ന വില്ലേജിലേക്കാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്ലേസ് ആട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ അധികം നല്ല ദൂരമുണ്ട്. ഒരു അരമണിക്കൂറിന് മേലെ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ക്ലൈമറ്റ് അത്ര ശരിയല്ലായിരുന്നു. ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ പോകുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായേനെ. പിന്നെ ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എല്ലാ രീതിയിലും നമ്മൾ പറ്റിക്കപ്പെടും. കാരണം വണ്ടി എടുക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം എല്ലാത്തിലും അവർ നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ എവിടെ എത്തി? ഓറോവില്ലല്ല. ഇവിടെ ബാഗ് വെച്ചിട്ട് നമുക്ക് നടന്നു പോകാം. ബാഗിനുണ്ട് 50 രൂപ. ഏതാ ഇത്? ഇൻഫർമേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് ചായക്കടയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പം ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പോകാം. കാരണം ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഫ്രീ ബസ് സർവീസും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലൈബ്രറിയിൽ ഇരിക്കുന്ന ഒരു ഫ്രഞ്ച് സിറ്റിസനാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ഇവിടെ കാണുന്നതൊക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആട്ടോ. അതിലെ കൂടെ വേറെ പുതിയ ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. ഇതെടുക്കാൻ ആ ടർത്തല്ലേ കരിഞ്ഞു പോയി. മൊത്തത്തിൽ കരിഞ്ഞു. ഇത് ഇഞ്ചിയും കൂടെ ഇട്ടെന്നെ പൊളിച്ചാൽ ഒരു ഇച്ചിരി പച്ചമുളക്. ആക്ച്വലി നമ്മൾ തിന്നാൻ വേണ്ടി വന്നു പറയില്ലേ. അതിലേക്ക് തിരിയും. അയ്യോ നിങ്ങള് ഭ്രാന്തല്ലേ? എന്നതത്? അതിനുള്ളിൽ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി കൊണ്ടു കൊടുക്കാൻ ഒരു അരമണിക്കൂർ ബാക്കിയുള്ളൂ. അപ്പം പെട്രോൾ തീർന്നു. ഇന്നലെ പെട്രോൾ അടിച്ചപ്പം ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ഇത് കാണില്ല എത്ര പെട്രോൾ ഉണ്ടെന്ന്. അതൊക്കെ അവർ നശിപ്പിച്ചിട്ടേക്കാണ്. അപ്പോൾ പെട്രോൾ തീരുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വണ്ടി കൊണ്ട് കൊടുക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ വണ്ടി ഓഫായി പോയി. അങ്ങനെ ആദ്യം അമലയും കൂടെ പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാണ്. ഇനി നമുക്കൊരു കേരള റെസ്റ്റോറൻറ്റ് തപ്പി വന്നേ. കുറച്ച് ഫുഡും കൂടെ കഴിച്ചിട്ട് ബസ്സിൽ കയറി പോകും. 6 മണിക്കാണ് ബസ്. അമലയ്ക്ക് 9 മണിക്ക്. പെട്രോൾ കിട്ടിയിട്ട് ഇതൊക്കെ ഒഴിച്ച് എപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകുന്നറിയില്ല. സോ എന്തായാലും എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഓ ഗായ്സ്, അപ്പോൾ ഓടിപ്പടിച്ചാണ് വണ്ടി കിട്ടിയത്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയ വ്ലോഗായിട്ട് പിന്നെ കാണാം. ടാറ്റാ.